നമസ്കാരം. ഒരു പ്രത്യേക കാഴ്ച കണ്ടതാണ് ഇന്ന് അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്. യൂറോപ്പിലെ ഒരു മുന്തിയ ഹോട്ടൽ എന്ന് പറയാം. ആ ഹോട്ടൽ അതിന്റെ ഒരു കിടക്ക വിരി, നമ്മുടെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കിടക്ക വിരി പണിതിരിക്കുന്നത്, നെയ്യലല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ജീൻസ് വെച്ചിട്ടാണ്. എനിക്ക് തന്നെ വീട്ടിൽ കുറെ ജീൻസ് ഉണ്ട്, പഴയ ചെറിയ കാലം തൊട്ടുള്ള ജീൻസ്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. ഇത് പറഞ്ഞില്ലേ, മുന്തിയ ഹോട്ടലാണ്. മുന്തിയ ഹോട്ടലാകുമ്പോൾ അറിയാലോ തുകയൊക്കെ. യൂറോപ്പിലെ ഒരു മുന്തിയ ഹോട്ടലിൽ ഇത് വെച്ച് ഒരു ഷീറ്റ് ഉണ്ടാക്കിയിരിക്കും, ബെഡ്ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര സാധ്യതയാണ്. അവിടെ ചെയ്തിട്ട് ഇത് കയറ്റി വിട്ടാൽ മതിയല്ലോ. അങ്ങനെയുള്ള നിരവധി സാധ്യതകളുടെ ഒരു ചിന്തയാണ് എനിക്കിന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ ആദ്യം തോന്നിയത്. ഈ പ്രചരണത്തിന്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. വെറുതെ വളരെ നല്ല പുസ്തകമാണെന്ന് പറഞ്ഞൊരു പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു. പുസ്തകത്തിന്റെ പേര് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. പ്രേക്ഷകർക്ക് പലർക്കും ചിലപ്പോൾ പുസ്തകം ഓർമ്മ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. എനിക്ക് വളരെയധികം ഹരം നൽകിയ ഒരു പുസ്തകമായിരുന്നു അതിന്റെ വായന. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശൈലി, ആഖ്യാനം, മിത്തോളജി, മിത്ത്, സത്യം, ഇതെല്ലാം കൂടിക്കലർന്ന് നമ്മളേക്ക് ഒരു വല്ലാത്ത ലോകത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രചനാ ശൈലിയാണ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ അനുവർത്തിച്ചത്. ഞാൻ ഒരു വലിയ വായനക്കാരനല്ല, പക്ഷെ ഈ സുഹൃത്ത് തരികയും ഇതിന് ടൈറ്റിലിൽ തന്നെ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങളും എന്റെ പ്രസംഗങ്ങളിൽ കോട്ടിയാറുണ്ടായിരുന്നു. ഈ പുസ്തകത്തിന്റെ ഇടയ്ക്ക്, അതിന്റെ പ്രധാന തീമല്ല, പക്ഷെ ഇടയ്ക്ക് നേരത്തെ നമ്മളൊരു ഇതിൽ പറഞ്ഞതുപോലെ നമ്മുടെ തുറമുഖം അതിലെ ഒരു ചെറിയ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ ചോള രാജവംശം, പാണ്ഡ്യർ, ശ്രീലങ്കൻ, സിംഹളർ തുടങ്ങിയ LTT ഇതെല്ലാം കൂടി കലരുന്ന ഒരു വലിയ ക്യാൻവാസാണ് ഈ നോവൽ. അതിന് വയലാർ അവാർഡൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്ന ഒരു ആഗോള തലത്തിലുള്ള അംഗീകാരം പോലും അർഹിക്കുന്ന ഒരു രചനയാണ് ടി ഡി രാമകൃഷ്ണൻ നിർവഹിച്ചത്. അതിനകത്ത് നമ്മുടെ തുറമുഖത്തിന്റെ പ്രതാപകാലം, ആ രാജാവ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനവും, അല്ലെങ്കിൽ ഇവിടെ വരുന്ന കപ്പലുകൾ, അതിൽ വരുന്ന മറ്റു വിദേശത്തു നിന്ന് വരുന്ന ചക്രവർത്തിമാർ, രാജാക്കന്മാർ, അംബാസഡർമാർ എന്നൊക്കെ പറയാവുന്ന വിഭാഗത്തിലുള്ള ആളുകൾ, ഇങ്ങനെ ഒരു വലിയ ഒരു ചിത്രം. വളരെ ചെറിയ പരാമർശമാണ് ഉള്ളതെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു നറേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും ഇതിന്റെ ചരിത്രം അന്വേഷണം നടക്കുകയും ചെയ്യുമ്പോൾ ടി ഡി രാമകൃഷ്ണൻ അത് എഴുതി വെച്ചിരിക്കുന്ന നോവല് അദ്ദേഹത്തിന്റെ ഭാവനയായിരിക്കാം ഒരു പക്ഷേ, എന്നാൽ പോലും അദ്ദേഹം അത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള ചേര ചോള സാമ്രാജ്യങ്ങളുടെ ചരിത്രവും, ശ്രീലങ്കയിലെ സിംഹള രാജവംശവുമായുള്ള വൈരവും, സിംഹള മിത്തും ദേവനായകിയെ ഫാന്റസിയുടെ വിസ്മയകരമായൊരു അനുഭവമാക്കി തീർക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂവില് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു മലയാള നോവൽ അല്ല. അതിനപ്പുറമുള്ള ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം ഒരു പഴയ കാലത്തെ ചിത്രീകരിക്കുക, വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ അത് ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് വെറുതെ ഭാവന എന്ന് പറഞ്ഞ് വെറുതെ പറ്റില്ല. ഒരുപാട് അന്വേഷണവും പഠനവും ചർച്ചകളും ചരിത്രരേഖകളുടെ പരിശോധനകളും ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതിനകത്ത് 3 നായികമാരാണ്. ഒരാൾ തന്നെയാണ്, പക്ഷെ 3 ഘട്ടങ്ങളിലായിട്ട് വരുന്നു. 3 പേരുടെ പേര് ദേവനായകി, ഡോക്ടർ രജനി തിരണഗാമ, പിന്നെ സുഗന്ധി. ഒരാൾ നമ്മുടെ തിരുവിതാംകൂർ ആ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരെണ്ണം സിംഹള LTT യുദ്ധത്തിൽ LTT പോരാളികളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ അവിടെയുള്ള ഒരു പുരാണ കഥാപാത്രമായിട്ട് വരാവുന്ന
ദേവനായകി. ആ പുരാണമല്ല, അതൊരു ഭാവന കഥാപാത്രമായിട്ട് വരാവുന്ന ദേവനായകി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ പുസ്തകം കോട്ട് ചെയ്യും. വയലാർ അവാർഡ് കിട്ടിയ പുസ്തകമാണ്, ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നമ്പർ തേടി പിടിച്ചു. ടി ഡി രാമകൃഷ്ണന്റെ നമ്പർ തേടി പിടിച്ചു. അദ്ദേഹത്തോട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു, സംസാരിച്ചില്ല, ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ചോദിച്ചു, ആണ്ടാൾ ദേവനായികയുടെ രചനയ്ക്ക് വേണ്ടി നടത്തിയ ഗവേഷണത്തിൽ പുരാതന വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് വാക്കിന്റെ മറുപടിയാണ് ഭാവനയുടെ സാധ്യത മാത്രം. വേറെ പഠനമൊന്നും നടത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാവനയായിരുന്നു. ആ ഭാവന എന്ന് പറയുമ്പോൾ വെറുതെ ഉള്ള ഒരു ഭാവനയല്ല, അതിന്റെ പിന്നിൽ ഇത്രയും അധ്വാനം നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിൽ അദ്ദേഹത്തിന് എന്താണ് പറയുക, മൂന്നാം കണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം, ഉൾവിളി. പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വരാറുണ്ട്. പൗലോ കൊയ്ലോ എന്ന് പറയാറില്ലേ, നമുക്ക് വേണ്ടി ലോകത്തിന്റെ മറ്റു പല ഭാഗത്തിരിക്കുന്നവർ പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ വരികൾ പോലെ ഒരുപക്ഷെ ശ്രീ ടി ഡി രാമകൃഷ്ണനും അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായതായിരിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 9-ാം നൂറ്റാണ്ടിലെയും 10-ാം നൂറ്റാണ്ടിലെയും ഏതാണ് വർഷം പറയുന്നത്, 988 അല്ലെ, 988 കോമൺ ഇയറ. ആ പീരീഡിന് ഇത്രയും അന്വേഷണങ്ങൾ നടത്തി ഈ മേഖലയുമായി ബന്ധപ്പെട്ട രചനകൾ നടത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരം ഇൻഫർമേഷൻസ് ഇട്ടുകൊടുക്കും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭാവനയുടെ സാധ്യത മാത്രമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേറെയും പല ഭാവനകളിലോട്ട് പോകാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ തുറമുഖം, വേറെ ഏതെങ്കിലും തുറമുഖത്തെക്കുറിച്ച് പറയാതെ നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറയുന്നത് പോലെ സത്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കലാകാരന്മാരായാലും ബുദ്ധിജീവികളായാലും ഭരണകർത്താക്കളായാലും രാഷ്ട്രീയക്കാരായാലും ഏത് പ്രൊഫഷണൽ രംഗത്ത് നിൽക്കുന്നവരായാലും ഇത്തരം വസ്തുതകൾ, സത്യങ്ങൾ അവരുടെ മനസ്സിൽ ഒരു ഉൾവിളി പോലെ വന്നു പോകും. അതുകൊണ്ടാണ് ആണ്ടാൾ ദേവനായിക രചനയ്ക്ക് നമ്മുടെ തുറമുഖവും ഒരു ക്യാൻവാസായി മാറിയത്. അക്കാലം വളരെ പ്രതാപകരമായ ഒരു കാലമായിരുന്നു എന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ആ പുസ്തകം തേടി പിടിച്ച് വായിക്കണമെന്ന് ഞാൻ പറയും. തുറമുഖം മാത്രമല്ല, ആ രചനയുടെ ആ ക്യാൻവാസിന്റെ ശൈലി, മൊത്തത്തിൽ ആ പുസ്തകം നമ്മളിൽ ഏൽപ്പിക്കുന്ന ആഘാതം, വല്ലാത്ത ഒരു ഷോക്ക് അനുഭവപ്പെടും ചില ഘട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് തീർച്ചയായും പ്രേക്ഷകർ ആ പുസ്തകം വായിക്കണം. ഇതൊരു ആഗോളതലത്തിലുള്ള ഒരു അംഗീകാരം ശ്രീ ടി ഡി രാമകൃഷ്ണൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലെങ്കിലും ആ പുസ്തകം അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസം. എന്തായാലും നമ്മുടെ തുറമുഖത്തെയും അതിലൊരു കഥാപാത്രമാക്കി മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചതിന് അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട്. ഈ പുസ്തകം പലതവണ ഈ 3000-ഓളം വരാവുന്ന, 3000-മോ അതിൽ കുറവോ അതിൽ കൂടുതലോ വരാവുന്ന ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും എനിക്ക് വലിയ ഊർജമായി, ഒരു വലിയ പിടിവള്ളിയായി, ഒരു വലിയ ആങ്കറായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.